അപ്പോൾ ഗൈസ് എനിക്ക് ഏപ്രിൽ 26 നമ്മുടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫൈറ്റിംഗ് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് അടിയിൽ കുറേ അധികം കമൻറ്റ് വന്ന്. അപ്പോൾ അതിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് വന്ന കമൻറ്റാണിത്. ആ ഒറ്റ കമൻറ്റാണ് ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം. ബാക്കി കുറച്ച് വീഡിയോസിൻ്റെ ക്ലിപ്പ് ഞാൻ അത് കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾ വിലയിരുത്തണം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഞാൻ കറണ്ട് പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മുടെ ക്യോക്കുഷൻ എന്താണെന്ന് വെച്ചാൽ അതേ കണക്കുള്ള ഫൈറ്റിംഗ് ഞാൻ നടത്തുന്നത്. ഓക്കെ, ഞാൻ ഇട്ട ഇടയ്ക്കുള്ള ക്ലിപ്പുകളിലുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ഫൈറ്റ്, ലാസ്റ്റ് നമ്മുടെ ഒപ്പോണൻറ്റ് നമ്മൾ റിയൽ ലൈഫ് എനിമിയാണൊക്കെ ആയിപ്പോ. ഓക്കെ, പിന്നെ ഞാൻ മാത്രം പ്രൊഫഷണൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒപ്പോണന്റിനെ കറക്റ്റ് പ്രൊഫഷണൽ ആയിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ വീഡിയോ ശ്രദ്ധിക്കാം. ആ ഒരു എൻ്റെ ഒപ്പോണന്റ് കറക്റ്റ് എന്നെ അടുത്ത് കയറിയെന്ന് നമ്മൾ നാടൻ തല്ലുമാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞ കാര്യമാണ് അതായത് ഈ സംഭവം, അതായത് ക്യോക്കുഷൻ എന്ന് പറഞ്ഞ കരാട്ടെ സ്റ്റൈല് പലർക്കും ക്യോക്കുഷൻ കരാട്ടെ സ്റ്റൈൽ എന്താണെന്ന് അറിയില്ല. ഇതിനകത്തുള്ള നമ്മുടെ ഫൈറ്റിംഗ് സ്റ്റാൻസ്, പിന്നെ അതുപോലെ തന്നെ ജിമ്പിങ് ചെയ്യുന്നില്ല, പഞ്ചസ് ക്ലിയർ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തുള്ള മിക്ക ഉള്ളവർക്കും ക്യോക്കുഷൻ സ്റ്റൈൽ കരാട്ടെ എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നത് ഷിറ്റോറിയോ ഷോട്ടോക്കാൻ പോലുള്ള ജമ്പിങ് അതുപോലത്തെ മൂവ്മെന്റ്സ് ഒക്കെയാണ്. പക്ഷെ അതൊന്നും അതില്ല. എനിക്ക് പറയാനുള്ള കാരണം ഞാൻ ഷിറ്റോറിയോ ഞാൻ പഠിച്ചിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഓക്കെ, അങ്ങനെയുള്ള സ്പോർട്സ് കരാട്ടെ പോലെയല്ല ക്യോക്കുഷൻ ഫുൾ കോണ്ടാക്ട് കരാട്ടയാണ്, വേൾഡ്സ് സ്ട്രോങ്ങസ്റ്റ് കരാട്ടെ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് രണ്ടുമൂന്ന് ചോദിച്ച് ക്യോക്കുഷനെ പറ്റി പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്യോക്കുഷൻ്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ക്യോക്കുഷൻ കരാട്ടെ എന്താണെന്നുള്ള സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് വന്നതിന് കാരണം ഞാൻ ഇത് ഇട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ റിയാക്ഷൻ നോക്കിയാലോ. ഓക്കെ.